ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ലെച്ചൂസ് വേൾഡ്. ഇന്നത്തെ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാലിക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ SM സ്ട്രീറ്റിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഒത്തിരി ഷോപ്പുകൾ നമുക്ക് കാണാം. വില കുറവും വില കൂടുതലും നോർമൽ റേറ്റിലൊക്കെയുള്ള ഒത്തിരി ഷോപ്പുകൾ ഉണ്ടായിരുന്നു. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പോയതായിരുന്നു അവിടെ. അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ജസ്റ്റ് SM സ്ട്രീറ്റിലും ബീച്ചിലൊക്കെ പോവാമെന്നുള്ളൊരു പ്ലാനിലിരിക്കുകയായിരുന്നു. അങ്ങനെ ഫസ്റ്റ് SM സ്ട്രീറ്റിലെത്തി നമ്മളിങ്ങനെ ഓരോ ഷോപ്പിലും കയറി ഇറങ്ങി റേറ്റൊക്കെ ഇങ്ങനെ അന്വേഷിച്ചു. ചില സ്ഥലങ്ങളിൽ റേറ്റ് കുറവുണ്ട്, ചില സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റേറ്റ് കൂടുതലായിട്ട് തോന്നി. ചില സ്ഥലങ്ങളിൽ നമ്മൾ നോർമൽ ഷോപ്പിലൊക്കെ ഉള്ള പോലെ തന്നെ നോർമലായിട്ടുള്ള റേറ്റിലും ഉണ്ട്. അപ്പോൾ അതേപോലെ നമ്മൾ ഒത്തിരി നോർമലായിട്ട് നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡെയിലി വെയേഴ്സ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊന്നും വലിയ വിലയൊന്നുമില്ല, പക്ഷേ ക്വാളിറ്റി എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ചില സ്ഥലങ്ങളിൽ ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്നത് കാണാം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ പോയി നോക്കിയ സമയത്ത് അവിടെ റേറ്റ് നല്ല കമ്മിയായിട്ട് റേറ്റ് കുറച്ചിട്ട് കൊടുക്കുന്ന സ്ഥലങ്ങളിൽ കുറേ ആളുകൾ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. ചുരിദാറുകൾ, ഷോർട്ടായിട്ടുള്ള ടോപ്പുകൾ, അങ്ങനെ വെറൈറ്റി ആയിട്ട് പല കളക്ഷൻസും ഓരോ ഷോപ്പിലും ഉണ്ട്. അതേപോലെ നമ്മളുടെ ചപ്പൽസ്, ഷൂസ്, അതിൻ്റെയൊക്കെ ഒത്തിരി കളക്ഷൻസ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് സ്പെഷ്യലായിട്ട് കാണാൻ പറ്റുന്നൊരു കാര്യം കോഴിക്കോടൻ ഹൽവയുടെ ഡിഫറെൻറ്റ് കളേഴ്സ്, ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ഒക്കെ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത് നമുക്ക് കാണാം. നമ്മൾ ജസ്റ്റ് എല്ലാ കടയിലും ഇങ്ങനെ ഒന്ന് കയറിയിട്ട് റേറ്റൊക്കെ അന്വേഷിച്ചു. ചിലതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു, ചിലതൊന്നും ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത ഐറ്റംസും ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു വാഷിനൊക്കെ ഫെയ്ഡായി പോകുന്ന ക്ലോത്ത്, അങ്ങനത്തെ ടൈപ്പ് ക്ലോത്ത്സ് ഉണ്ട്. പിന്നെ നമ്മൾ ഇവിടെ കയറിയിരുന്ന സമയത്ത് കുറേ ടൈപ്പ് വാച്ചുകൾ, നമ്മൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടുള്ള വാച്ചുകൾ ഉണ്ടായിരുന്നു. വലിയ റേറ്റ് ഒന്നുമില്ല, പക്ഷേ നമ്മളുടെ കമ്പനി വാച്ചുകളൊന്നും അല്ല, നോർമലായിട്ടുള്ള നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻ്റ് ആയിട്ട് പല മോഡൽസിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ ഒത്തിരി ബാഗ്സ്, അതേപോലെ നമ്മളുടെ പേഴ്സുകൾ, അതിൻ്റെയൊക്കെ കുറേ കളക്ഷൻസും കാണാൻ പറ്റി.
ബീച്ചിലെ സ്ഥിരം കാഴ്ചകളിലൊന്നാണ് അല്ലേ ഇത്. പല സാധനങ്ങളും ഉപ്പിലിട്ട് വെച്ചിട്ടുള്ളത്. അത് കാണുമ്പോൾ തന്നെ നമ്മളുടെ വായിൽ വെള്ളം ഊറി തുടങ്ങും. അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചായയും കല്ലുമ്മക്കായ പൊരിച്ചതും കാടമുട്ട ഫ്രൈയും അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ വാങ്ങിയിട്ട് ആദ്യം ചായ കുടിച്ചിട്ടൊന്ന് റിഫ്രഷായി. പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ചൊരണ്ടി ഐസ്. അപ്പോൾ അത് 2 ഫ്ലേവറിലുണ്ടായിരുന്നു. ഒന്ന് എരിവാണ്, ഒന്ന് സ്പൈസി ആയിട്ടുള്ളതും ഒന്ന് സ്വീറ്റ് ആയിട്ടുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ രണ്ടും ഓരോ എണ്ണം വാങ്ങി എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് പേഴ്സണലി സ്പൈസി ആയിട്ടുള്ളതാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ട് ഇരുന്നു കേട്ടോ. സൺസെറ്റ് കാണാം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സൺസെറ്റൊക്കെ കണ്ടു, നല്ല ഉഷാറായിട്ട് സൺസെറ്റൊക്കെ കണ്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നത്. അതിനിടയ്ക്ക് നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നത് വരേക്കും ബായ്.